ലിസ നട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 5 ലെയർ പുഡിങ്ങാണ്. ചോക്കോ ബനാന ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. അതിന് വേണ്ട സാധനങ്ങൾ 200 ഗ്രാം ബിസ്ക്കറ്റ്, പ്രത്യേകിച്ച് ഫ്ലേവറോ അങ്ങനെയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ളൊരു ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 3 റോബസ്റ്റ ബനാന എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റോബസ്റ്റ ബനാന തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ചോക്കോ സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ നല്ലൊരു ചോക്ലേറ്റ് സ്പ്രെഡ് യൂസ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ, സാധാ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ വനില എസൻസ്, 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത്, വനില ഐസ്ക്രീം. നമ്മൾ ടോപ്പിങ്ങിന് ആവശ്യമായിട്ടുള്ള അളവിൽ വനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏതെങ്കിലും നല്ലൊരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ കുറച്ച് കാഷ്യൂനട്ടും അതേപോലെ ബദാമും സ്പ്ലിറ്റ് ചെയ്ത് ചെറുതായി അരിഞ്ഞെടുത്തതാണിത്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ ലെയറായിട്ട് യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ബിസ്ക്കറ്റ് ആദ്യം പൊടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഒരു സിപ്ലോ കവറിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഒരു 10% കോല് വെച്ചിട്ടോ 10 വെച്ചിട്ടോ അത്യാവശ്യം നല്ല ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഈ ബിസ്ക്കറ്റിൻ്റെ. ഏകദേശം ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ അത്യാവശ്യം ഒരുപാട് പൊടിയാക്കി കളയാതെ അത്യാവശ്യം നല്ലോണം നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്ത് നന്നായിട്ട് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഈ പുട്ടിൻ്റെ പൊടിയെല്ലാം കുഴച്ചെടുക്കുന്ന അളവിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഈ ഒരു വലുപ്പമുള്ള പാത്രമാണ് ഞാൻ നമ്മുടെ ബേക്കിങ്ങിൻ്റെ മോൾഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു വലുപ്പമുള്ള പാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്ത ഇൻഗ്രീഡിയൻ്റ് എല്ലാം കറക്റ്റ് അളവിൽ അതിൽ കൊള്ളും. അപ്പോൾ ഏകദേശം ഇത്ര വലുപ്പമുള്ളൊരു മോൾഡ് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ബട്ടർ തേച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്, അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അതിനുശേഷം നമ്മുടെ ബിസ്ക്കറ്റ് പൊടിച്ച് അതിലേക്ക് ആദ്യത്തെ ലെയറായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ലൊരു ലെയറായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് നമ്മൾ ഇതേപോലെ പരത്തി നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓവനിൽ 180 ഡിഗ്രിയിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബട്ടർ എല്ലാം കൂടി അതിൻ്റെ കൂടെ മിക്സായിട്ട് ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ല ഒരു ഹാർഡായിട്ട് ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്കതിനെ ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചുള്ള വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല ഫോമൊക്കെ ആയിട്ടുള്ളൊരു സ്ട്രക്ചറിലേക്ക് നമുക്ക് ഈ സാധനം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലെ ഐസൊക്കെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ എന്തായാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ലെയർ ബേക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് നേരത്തെ പറഞ്ഞ അത്യാവശ്യം നല്ല ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ് സ്പ്രെഡ് യൂസ് ചെയ്യുക. അത് ഇതിൻ്റെ മുകളിൽ നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് മറ്റൊരു ലെയറായിട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോബസ്റ്റ ബനാന കട്ട് ചെയ്യുക. അത്യാവശ്യം കനം കുറച്ച്, ഒരുപാട് കനം കുറച്ചല്ല എങ്കിൽ അത്യാവശ്യം കനം കുറച്ച് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാം അതിൻ്റെ മുകളിൽ നിരത്തി വെക്കുക. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പഴം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അടുത്തത് നമുക്ക് ചേർക്കേണ്ടത് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണ്. അതും ഇതേപോലെ അടുത്ത ലെയറായിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വനില ഐസ്ക്രീം നമുക്ക് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഇതേപോലെ അതിൻ്റെ മുകളിൽ മറ്റൊരു ലെയറായിട്ട് അത്യാവശ്യം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒരു ലെയറാക്കി എടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും അതേപോലെ തന്നെ കാഷ്യൂനട്ടും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വിതറി കൊടുക്കാം. ഇനി നമുക്കിത് ഏകദേശം ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ടാണെങ്കിൽ അത്രയും ബെറ്റർ. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇത് പ്ലേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി മറ്റൊരു വിഭവവുമായി മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.